അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26 ശനിയാഴ്ച. ലോകമെങ്ങുമുള്ള സാധുജനങ്ങളെ നെഞ്ചോട് ചേർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ഇന്ന്. മൃതശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം റോമിലെ സാന്താ മരിയ മാർജറി ബസിലിക്കയിൽ സംസ്കരിക്കും. സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഇന്ത്യൻ സമയം 1:30 സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ദിവ്യബലിയോടെ ആരംഭിക്കും. 10,000 അണമുറിയാതെ എത്തിയ പൊതുദർശനത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ ശവപേടകം ഇന്നലെ അർദ്ധരാത്രിയാണ് അടച്ചത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാപ്പയുടെ ഭൌതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മറ്റു ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുക്കും. പാകിസ്ഥാനികളെ കണ്ടെത്തി നാടുകടത്താൻ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനിടെ 215 പാകിസ്ഥാനി പൌരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങിയെന്നും 416 ഇന്ത്യൻ പൌരന്മാർ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കുമെന്നും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്നും ജൽശക്തി മന്ത്രി CR പാട്ടീൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി നയം വ്യക്തമാക്കിയത്. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്നും അതിനായി സർക്കാർ ഹ്രസ്വ ദീർഘകാല പദ്ധതികൾ തീരുമാനിച്ചുവെന്നും നദികളിലെ മണ്ണ് നീക്കി വെള്ളം വഴിതിരിച്ചു വിടാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശനം നിഷേധിച്ച് പാകിസ്ഥാൻ. ഇതോടെ UAE ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും ഇന്ത്യ നടത്തുന്നതുമായ എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിൽ UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി അതത് എയർലൈനുകളുമായി ബന്ധപ്പെടാനും യാത്രാ ഷെഡ്യൂളിൽ ഉണ്ടാകാനിടയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതി പണമാണെന്ന് CPM സമ്മതിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. പണം തിരിച്ചടച്ചു എന്നത് കടലാസ് രേഖ മാത്രമാണെന്നും SFIO ചാർജ് ഷീറ്റിലെ വിശദാംശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ CPM മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായ സൈബർ ആക്രമണത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരായ സൈബർ ആക്രമണം മതനിരപേക്ഷതയ്ക്ക് അപമാനമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കാനുള്ള നീക്കം തിരിച്ചറിയണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന്റെ സമീപത്തെ വീട്ടിലേക്ക് അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞു. ഇന്നലെ രാത്രി 10:45 അയ്യന്തോൾ ഗ്രൌണ്ടിനടുത്തുള്ള വീടിന് സമീപമാണ് സംഭവം. എതിർവശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതർ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത്. ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ CPI മറന്നുവെന്ന് പരാതി. CPI ദേശീയ കൌൺസിലിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ കാനം രാജേന്ദ്രന്റെ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ചു. വ്യാഴാഴ്ച നടന്ന പരിപാടിയിൽ മരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചിരുന്നു. എന്നാൽ ആദരവ് നൽകുന്ന പരിപാടിയിലേക്ക് തങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചില്ലെന്ന് കാനത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ പറഞ്ഞു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് ക്ഷമ പറഞ്ഞ് CPI. കാനത്തിന്റെ കുടുംബത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വീഴ്ചയുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കാനത്തിന്റെ മകനെ ഫോണിൽ വിളിച്ച് ഖേദം അറിയിച്ചുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.
മലമ്പനി നിവാരണത്തിന് ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 2027-നുള്ളിൽ മലേറിയ നിവാരണം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ലോക മലമ്പനി ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിൽക്കാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. IT കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കുമാണ് മദ്യം വിൽക്കാവുന്നത്. കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുണ്ടായ ഉന്തും തള്ളും പോലെ ഒരു സംഭവം ഇനി ആവർത്തിക്കരുതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഇനി മുതൽ സ്റ്റേജിൽ ആരിയ്ക്കണമെന്ന് മുൻകൂട്ടി വ്യക്തമാക്കി കസേരകളിൽ പേരെഴുതി ഒട്ടിക്കണമെന്ന് സുധാകരൻ നിർദ്ദേശിച്ചു. അച്ചടക്കം അനിവാര്യമാണെന്നും ഇതെല്ലാം AICC തീരുമാനങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI അന്വേഷണം വൈകുന്നതിൽ CBI കൊച്ചി SP-ക്ക് പരാതി നൽകി പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കൊച്ചി CBI യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. എന്നാൽ 2 ആഴ്ച പിന്നിട്ടിട്ടും CBI അന്വേഷണം തുടങ്ങിയിട്ടില്ലെന്നാണ് പരാതി. മലയാളം പറയാനറിയില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനത്തിന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്ക് മലയാളം പറയാനും മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്നും മുണ്ടുടുക്കാനും മടക്കിക്കുത്താനും അറിയാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം താൻ തൃശൂരിൽ വളർന്നു പഠിച്ച ആളാണെന്നും രാജ്യം മൊത്തം സേവനം ചെയ്ത വ്യോമസേന ഉദ്യോഗസ്ഥന്റെ മകനാണെന്നും ഞാനിവിടെ വന്നിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണെന്നും ജനങ്ങൾക്ക് വികസന സന്ദേശം നൽകാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. തിരുവല്ല ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ പാലത്തിന്റെ ഗർഡർ മാറ്റി സ്ഥാപിക്കുന്നതിനായി ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. വൈകുന്നേരം 7:55 മുതൽ ചില സർവീസുകൾ റദ്ദാക്കുമെന്നും വഴി തിരിച്ചുവിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാസലഹരി വിപത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ആവിഷ്കരിച്ച ബ്രേക്കിംഗ് ഡി പദ്ധതിയുടെ ലോഗോ എക്സൈസ് മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. രാസലഹരികളുടെ ചങ്ങലക്കണികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഭയപ്പാടില്ലാതെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധ്യമാകുന്നതാണ് പദ്ധതി. കാശ്മീരിൽ നിന്ന് ഇനി കേരളത്തിൽ മടങ്ങിയെത്താനുള്ളത് 295 പേരെന്ന് നോർക്ക. ഇതുവരെ 111 പേർ തിരിച്ചെത്തിയിരുന്നു. 67 പേർ ശ്രീനഗറിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്ര ചെയ്യുന്നതായി നോർക്ക അറിയിച്ചു. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം മലയാളികൾ ശ്രീനഗറിൽ കുടുങ്ങുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയിലും പാലക്കാട് കളക്ടറേറ്റിലും ഉൾപ്പെടെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യം സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും ഇത്തരം ഹീന പ്രവർത്തനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്നും ഭീകരവാദത്തെ അടിയറവ് പറയിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള വിനോദസഞ്ചാരികളെ ശ്രീനഗറിലെ കരസേന ആശുപത്രിയിൽ ഇന്നലെ സന്ദർശിച്ച രാഹുൽ ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അറിയിച്ചു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തി. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ. നിയമത്തിലെ മാറ്റങ്ങളെ ന്യായീകരിച്ച് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ലെന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിലുള്ള കൈകടത്തലാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. വഖഫ് ഭേദഗതി കാരണം അനീതി നേരിട്ടെന്ന് കാണിച്ച് ആരും കോടതിയിലെത്തിയിട്ടില്ലെന്നും കേന്ദ്രം പറയുന്നു. നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷിക്കുന്ന EDക്ക് ദില്ലി റോസ് അവന്യൂ കോടതിയിൽ തിരിച്ചടി. കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം അപൂർണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ EDയോട് നിർദ്ദേശിച്ചു.
കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുമെതിരെ നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചു. നോട്ടീസ് നൽകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടണമെന്ന് വ്യക്തമാക്കിയ കോടതി കേസ് മെയ് 2 പരിഗണിക്കാൻ മാറ്റി. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം ബിജെപിക്ക്. ബിജെപിയുടെ രാജ ഇക്ബാൽ സിംഗ് ദില്ലിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മൻദീപ് സിംഗിനെ പരാജയപ്പെടുത്തിയാണ് ഇക്ബാൽ സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതായി ലോകബാങ്ക് റിപ്പോർട്ട്. ദിവസം $2.15 അഥവാ 183 രൂപ താഴെ മാത്രം വരുമാനം ലഭിക്കുന്നവരെയാണ് ലോകബാങ്ക് അതിദരിദ്രരായി കണക്കാക്കുക. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 29% വെല്ലുവിളിയാണെന്നും ലോകബാങ്ക് റിപ്പോർട്ടിലുണ്ട്. ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഹമാസിനെ നിരായുധീകരിക്കണമെന്നും ഗാസയുടെ നിയന്ത്രണം കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹമാസിനെ നായകളുടെ സന്തതികൾ എന്നാണ് മഹ്മൂദ് അബ്ബാസ് വിശേഷിപ്പിച്ചതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ മുതിർന്ന റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. യുക്രൈൻ സമാധാന ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുൻപാണ് സ്ഫോടനമുണ്ടായത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് കാരണക്കാരായവരെ വേട്ടയാടാൻ ഒപ്പമെന്ന് US ഇന്റലിജൻസ് മേധാവി തുൾസി ഗബ്ബാർഡ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികൾ നിയമത്തിന് മുന്നിൽ വരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിച്ച എക്സ് കുറിപ്പിൽ തുൾസി പറഞ്ഞു. IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് കീഴടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ ഉയർത്തിയ 155 റൺസ് വിജയലക്ഷ്യം 8 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഹൈദരാബാദ് മറികടന്നത്. ഹൈദരാബാദിന്റെ സീസണിലെ 3ാം ജയമാണ് ഇത്, ചെന്നൈയുടെ 7ാം തോൽവിയും. ഈ ജയത്തോടെ 9 കളികളിൽ നിന്ന് 6 പോയിന്റ് മാത്രമുള്ള ഹൈദരാബാദ് 8ാം സ്ഥാനത്തും 9 കളികളിൽ നിന്ന് 4 പോയിന്റ് മാത്രമുള്ള ചെന്നൈ 10ാം സ്ഥാനത്തുമാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.